നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. റാങ്ക് മേക്കിംഗ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. മുൻപ് പരീക്ഷകളിൽ ചോദിച്ച കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് പഠിച്ചു പോകുന്നത്. അപ്പോൾ ഈ ചാനൽ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ ഈ എടുക്കുന്ന ഓരോ കോഴ്സും പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഓരോ ടോപ്പിക് വൈസ്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോർ ഓൾ PSC എക്സാംസ് എന്ന പേരിലാണ് നമ്മൾ ഈ PSC ചോദിച്ച ചോദ്യങ്ങൾ ടോപ്പിക് വൈസും അതേപോലെ മിക്സ്ഡ് GK ആയിട്ടും പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മുൻപ് ചോദിച്ച 30ഓളം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, ഒരുപാട് ടഫല്ല എങ്കിൽ പോലും ഒരു ആവറേജുകാർ മുതൽ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച രാജാവ്. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കായംകുളത്താണ് കൃഷ്ണപുരം കൊട്ടാരം. അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ്. തിരുവിതാംകൂർ യുദ്ധങ്ങളിലൂടെ തിരുവിതാംകൂറിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച അദ്ദേഹം കായംകുളം രാജ്യം പിടിച്ചെടുത്ത് അവിടെ ഒരു കൊട്ടാരം നിർമ്മിച്ചതാണ് കായംകുളം കൃഷ്ണപുരം കൊട്ടാരം. അപ്പോൾ കായംകുളം കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച രാജാവാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27-നാണ്. ശ്രദ്ധിച്ചോണം, കുറച്ച് വെറൈറ്റി ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1957 ഏപ്രിൽ 27. 1957 ഏപ്രിൽ 27-നാണ് കേരളത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനം നടന്നത്. കാരണം സ്ഥിരമായി ചോദിക്കാറുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ രൂപീകരിച്ചത് ചോദിക്കാറുണ്ട്. 1957 ഏപ്രിൽ 1-നാണ് ആദ്യത്തെ നിയമസഭ രൂപീകരിച്ചത്. ശേഷം ആദ്യത്തെ മന്ത്രിസഭ അല്ലെങ്കിൽ EMS മന്ത്രിസഭ അധികാരത്തിലെത്തിയത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. 1957 ഏപ്രിൽ 5-നാണ്. ഏപ്രിൽ 1-ന് നിയമസഭ രൂപീകരിച്ചു, ഏപ്രിൽ 5-ന് പിന്നീട് മന്ത്രിസഭ രൂപീകരിച്ചു. ഇവിടെ ആദ്യം നിയമസഭാ സമ്മേളനമാണ് ചോദിച്ചിരിക്കുന്നത്. 1957 ഏപ്രിൽ 27-ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3: കേരളത്തിൽ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് എവിടെ? കേരളത്തിൽ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. പെട്ടെന്നൊരാൾക്ക് കൊച്ചി എന്ന് തോന്നും, കാരണം നമുക്ക് കുറച്ച് വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊച്ചി ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ടെക്നോളജി വൈസ് ഉള്ളത്. പക്ഷേ കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം നിലവിൽ വന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിൽ ആദ്യമായി ATM സംവിധാനം നിലവിൽ വന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4: കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം തിരുനെല്ലിയാണ്. വയനാട് ജില്ലയിലെ തിരുനെല്ലിയാണ് കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം. അതും ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? തിരുനെല്ലിയാണ് കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? തിരുനെല്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5: ഇടയ്ക്കൽ ഗുഹ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? നവീന ശിലായുഗം. അത് ശ്രദ്ധിച്ചോണം. ഇടയ്ക്കൽ ഗുഹ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? നവീന ശിലായുഗം. സാധാരണ ഇടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിലാണ്, അല്ലെങ്കിൽ അമ്പുകുത്തി മലയിലാണ്, ഫ്രെഡ് ഫോറസ്റ്റ് കണ്ടെത്തി, ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് ചോദിച്ചു. ഇടയ്ക്കൽ ഗുഹ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6: കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1-നാണ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2012 നവംബർ 1-നാണ് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7: സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം കൊണ്ട ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം 8 ബ്രിട്ടീഷ് പ്രവിശ്യകളെ റെപ്രസെന്റ് ചെയ്തായിരുന്നു 8. അപ്പോൾ സ്വതന്ത്ര സമരകാലത്ത് ആദ്യമായി രൂപം കൊണ്ട ഇന്ത്യയുടെ ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം പരീക്ഷ ചോദിച്ചു. 8 താമരകളാണുള്ളത്. അത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രവിശ്യകളെ റെപ്രസെന്റ് ചെയ്തായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം കൊണ്ട ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം എത്രയാണ്? 8. ദെൻ 8ാമത്തെ ക്വസ്റ്റ്യൻ: 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു?
1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? ചർക്കയായിരുന്നു. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം എന്തായിരുന്നു? ചർക്കയായിരുന്നു. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. കുൽന കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കുൽന കൊൽക്കത്ത 2 സ്ഥലങ്ങളാണ്. കുൽന കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ബംഗ്ലാദേശ്, ഇന്ത്യ. കുറച്ച് വ്യത്യസ്തമായി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കുൽന കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ബംഗ്ലാദേശ്, ഇന്ത്യ. കുൽന കൊൽക്കത്ത പാസഞ്ചർ ട്രെയിൻ ബംഗ്ലാദേശ്, ഇന്ത്യ. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല കമ്മിറ്റി. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല കമ്മിറ്റിയായിരുന്നു മധുകർ ഗുപ്ത കമ്മിറ്റി. മധുകർ ഗുപ്ത കമ്മിറ്റി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സുരക്ഷാ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല കമ്മിറ്റിയാണേത്? മധുകർ ഗുപ്ത കമ്മിറ്റി. മധുകർ ഗുപ്ത കമ്മിറ്റി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം കോറമാൻഡൽ. കിഴക്കൻ തീരത്തെ തമിഴ്നാടിൻ്റെ ആ ഒരു റീജിയൻ കോറമാൻഡൽ തീരം എന്നാണ്. അപ്പോൾ ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം ഏതെന്ന് ചോദിച്ചതാണ്? കോറമാൻഡൽ. ചെന്നൈ ഉൾപ്പെട്ട സമുദ്ര തീരസമതലം ഏതാണ്? കോറമാൻഡൽ ആണ്. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂപടത്തിലെ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത് തരിശ് ഭൂമിയാണ്. ഭൂപടത്തിലെ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നതിനാണ് തരിശ് ഭൂമിയാണ്. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണേത്? 14ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നവയെ എന്ത് വിളിക്കുന്നു? ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നത് സിർക്കുകൾ. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നത് സിർക്കുകൾ. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നത് സിർക്കുകൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ധാരലിതീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്ന നിറമേത്? സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ ടെക്സ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചതുമാണ്. കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്ന നിറം മഞ്ഞയാണ്. ഒരു ധാരലിതീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്ന നിറം ഏതാണ്? മഞ്ഞയാണ് കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്ന നിറം. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന കൃതി രചിച്ചതാര്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന കൃതി രചിച്ചതാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇതും ഒരു റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂരിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. 2 ഇക്കോസിസ്റ്റങ്ങൾക്കിടയിലുള്ള ട്രാൻസിഷൻ സോൺ ഏത് പേരിൽ അറിയപ്പെടുന്നു? എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 ഇക്കോസിസ്റ്റങ്ങൾക്കിടയിലുള്ള ട്രാൻസിഷൻ സോൺ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇക്കോട്ടോൺ എന്ന് അറിയപ്പെടുന്നു. 2
ഇക്കോസിസ്റ്റങ്ങൾക്കിടയിലുള്ള ട്രാൻസിഷൻ സോണിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്കോട്ടോൺ. ഇക്കോട്ടോൺ എന്ന് അറിയപ്പെടുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22. കൃഷ്ണാ നദിയുടെ ഉത്ഭവസ്ഥാനം മഹാബലേശ്വർ കുന്നുകൾ. 22ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കൃഷ്ണാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മഹാബലേശ്വർ കുന്നുകൾ. കൃഷ്ണാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മഹാബലേശ്വർ കുന്നുകളിലാണ് കൃഷ്ണാ നദിയുടെ ഉത്ഭവസ്ഥാനം. കൃഷ്ണാ നദിയുടെ ഉത്ഭവസ്ഥാനം മഹാബലേശ്വർ കുന്നുകൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്ന നദി ഏത്? നല്ല വ്യത്യസ്തമായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. 23ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്ന നദി മഹൗറി നദിയാണ്. മഹൗറി നദിയാണ് ഇന്ത്യയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്ന നദി. മഹൗറി നദി. ഇത് ശ്രദ്ധിച്ചോണം. നല്ല ഒരു റാങ്ക് ഡിസൈഡിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 24. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഇതും നല്ല വ്യത്യസ്തമായി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി, കൃഷ്ണ. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി, കൃഷ്ണ എന്നീ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25. ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദി. നമ്മൾ ടീസ്റ്റ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് നമ്മൾ എക്സാമിന് സ്ഥിരം ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടീസ്റ്റയെ കുറിച്ച് അവിടെ വ്യത്യസ്തമായി ചോദിച്ചു. ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 26. ഉക്കായി ഡാം ഏത് നദിയിലാണ്? ഉക്കായി ഡാം ഏത് നദിയിലാണ്? താപ്തി നദിയിലാണ്. ഉക്കായി ഡാം ഏത് നദിയിലാണ്? താപ്തി നദിയിലാണ് ഉക്കായി ഡാം. ഉക്കായി ഡാം ഏത് നദിയിലാണ്? താപ്തി നദി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27. കബനിയുടെ പോഷക നദിയായ കരമനത്തോട് പുഴയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട്. കബനിയുടെ പോഷക നദിയായ കരമനത്തോട് പുഴയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ബാണാസുര സാഗർ. സാധാരണ നമ്മൾ ബാണാസുര സാഗർ ഡാം ഏത് നദി എന്ന് പറയുന്നത് കബനിയാണ്. പക്ഷേ പരീക്ഷയ്ക്ക് എടുത്തു ചോദിച്ചു കബനിയുടെ പോഷക നദിയായ കരമനത്തോട് പുഴയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് എന്ന്. ഏതാണ്? ബാണാസുര സാഗർ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28. കാർഗിലിലെ ചുദക് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? നമ്മൾ സ്ഥിരമായി ഫേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാർഗിൽ ഏത് നദീ തീരത്താണ്? സുരു നദി. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. കാർഗിലിലെ ചുദക് ജലവൈദ്യുത പദ്ധതി. അപ്പോൾ ചിലപ്പോൾ കാർഗിൽ നിന്നൊന്നും തരാതെ ഡയറക്റ്റ് ചോദിക്കാം ചുദക് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഏത് നദിയിലാണ്? സുരു നദിയിലാണ് ചുദക് ജലവൈദ്യുത പദ്ധതി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29. ദാൽ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെ? ദാൽ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെ? ശ്രീനഗറിലാണ്. ദാൽ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ശ്രീനഗറിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത്. ദാൽ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ശ്രീനഗർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. ഉറി അണക്കെട്ട് ഏത് നദിയിലാണ്? ജലം നദിയിലാണ്. ഉറി അണക്കെട്ട് ഏത് നദിയിലാണ്? ജലം നദിയിലാണ് ഉറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഉറി അണക്കെട്ട് ഏത് നദിയിലാണ്? ജലം നദിയിലാണ്. അപ്പോൾ PSC മുൻപ് ചോദിച്ച അത്ര കോമൺ അല്ലാത്ത നമ്മൾ കോമൺ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്ക് വാട്സപ്പ് നമ്പറിൽ റിക്വസ്റ്റ് അയച്ചു, സാർ കോമൺ ക്വസ്റ്റ്യൻസും PSC റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും എല്ലാം വേണമെന്ന്. തീർച്ചയായിട്ടും ഓരോ സബ്ജക്റ്റും എടുത്തിട്ട് അവിടുന്ന് സ്ഥിരമായി ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. ഇവിടെ ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ മതി, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്നാണ്. ഫ്രീക്വൻ്റ്ലി എസ്റ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എല്ലാ ടൈപ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങളിനി എഴുതാൻ പോകുന്ന എല്ലാ പരീക്ഷകളും ഫേസ് ചെയ്യുന്ന രീതിയിൽ PSC ചോദിച്ച ഓരോ ടോപ്പിക്കിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ റാൻഡമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇതൊക്കെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അതാണ് നമുക്ക് ടോപ്പിക് വൈസ് സോർട്ട് ചെയ്യാൻ സാധിക്കാതെ ഡയറക്റ്റ് പഠിക്കുന്നത്. അപ്പോൾ ടോപ്പിക് വൈസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ റാൻഡമായിട്ട് പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് നമുക്ക് ഓർമ്മയിൽ വെക്കാൻ എളുപ്പമാകും. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഭാഗം എല്ലാവർക്കും പൂർണ്ണമായും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ വാട്സപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അറിയിച്ചാൽ ടൈം ഉള്ളപ്പോൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്